നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം കുമരകം റോഡിലെ കോണത്താറ്റ് പാലത്തിന്റെ പ്രാരംഭ പണികൾ തുടങ്ങി. താൽക്കാലിക റോഡിൽ ഗതാഗത നിയന്ത്രണം, ഗതാഗതക്കുരുക്ക് രൂക്ഷം. ESA പ്രശ്നം കോൺഗ്രസ് സമരത്തിലേക്ക്. കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും. ഇടതു സർക്കാരിന്റെ പിടിപ്പുകേടാണ് ജനവാസ മേഖലകൾ കരട് വിജ്ഞാപനത്തിലെത്താൻ കാരണമെന്ന് ആന്റണി MP. പഴവർഗ കൃഷി ഈ വർഷം 200 ക്ലസ്റ്ററുകളിലെത്തുമെന്ന് മന്ത്രി P. പ്രസാദ്. പാറത്തോട്, ചെറുമല, പാലക്കാത്തടം, നീർത്തട ആസ്തി കൈമാറി. വാർത്തകൾ വിശദമായി. കോട്ടയം കുമരകം റോഡിലെ കോണത്താറ്റ് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താൽക്കാലിക റോഡിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ വലിയ ഗതാഗത കുരുക്ക്. ഇരുഭാഗത്തും 1 കിലോമീറ്ററിലധികം ദൂരത്തിലാണ് വാഹനങ്ങൾ താൽക്കാലിക പാത മറികടക്കാൻ കാത്തുകിടക്കുന്നത്. കോട്ടയം കുമരകം റോഡിൽ നിർമ്മാണത്തിലിരിക്കുന്ന കോണത്താറ്റ് പാലത്തിന്റെ പ്രവേശന പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള പൈലിംഗ് ജോലികൾ പുരോഗമിക്കുന്നു. അപ്രോച്ച് സ്പാൻ മാതൃകയിലാണ് നിർമ്മാണം. ഇതിന്റെ ഭാഗമായി പാലത്തിന്റെ കിഴക്കുവശത്തെ ആറ്റമംഗലം പള്ളി ഭാഗത്തെ താൽക്കാലിക റോഡിനോട് ചേർന്ന് പൈലിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ബുധനാഴ്ച മുതൽ 5 ദിവസത്തേക്കാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. താൽക്കാലിക റോഡിൽ ഒരു സമയം ഒരു വശത്തേക്ക് മാത്രം വാഹനങ്ങൾ കടത്തിവിടുന്ന തരത്തിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എന്നാൽ ഓണാവധിക്ക് ശേഷം വന്ന ആദ്യ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ മുതൽ വാഹനങ്ങളുടെ വലിയ തിരക്കാണ് റോഡിൽ അനുഭവപ്പെടുന്നത്. കുമരകം പോലീസിന്റെ നേതൃത്വത്തിലാണ് വാഹനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കുന്നത്. എന്നാൽ പ്രതീക്ഷിച്ചതിനുമപ്പുറം റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടാകുന്നത് പ്രതിസന്ധിയാകുന്നുണ്ട്. കോട്ടയം വശത്തേക്കും കുമരകം ഭാഗത്തേക്കും 1 കിലോമീറ്ററിലധികം ദൂരത്തിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. ഗതാഗത നിയന്ത്രണം അറിയാതെ ദൂരയിടങ്ങളിൽ നിന്നും മറ്റുമെത്തി ഇവിടുത്തെ കുരുക്കിൽ മണിക്കൂറുകളോളം നേരം റോഡ് മറികടക്കാൻ കാത്തുകിടക്കുന്നവരും നിരവധിയാണ്. അതേസമയം 5 ദിവസം രാത്രിയും പകലും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് പൈലിംഗ് ജോലി പൂർത്തീകരിക്കുമെന്ന് കരാറുകാരും അറിയിച്ചു. വീതി കുറവായിരുന്നതിനാൽ കഴിഞ്ഞ 2022 നവംബറിലാണ് പഴയ കോണത്താറ്റ് പാലം പൊളിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പട്ടികയിൽ ജനവാസ മേഖലകൾ ഉൾപ്പെടുത്തിയുള്ള കേന്ദ്ര സർക്കാരിന്റെ കരട് വിജ്ഞാപനത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പൂഞ്ഞാർ തെക്കേക്കര വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആന്റണി MP മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇടതു സർക്കാരിന്റെ പിടിപ്പുകേടാണ് ജനവാസ മേഖലകൾ ഉൾപ്പെടെ കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെടാൻ കാരണമെന്ന് ആന്റണി കുറ്റപ്പെടുത്തി. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ജനവാസ മേഖലകൾ ഉൾപ്പെടുത്തിയ നടപടിക്കെതിരെ കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പൂഞ്ഞാർ തെക്കേക്കര വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വനഭൂമി ഇല്ലാത്ത വില്ലേജുകളെ പരിസ്ഥിതി ലോല മേഖലയിൽ നിന്നൊഴിവാക്കാൻ UDF സർക്കാർ എടുത്ത നടപടികളുടെ തുടർച്ച ചെയ്യാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറാകാതിരിക്കുന്നതാണ് പൂഞ്ഞാർ തെക്കേക്കര, കൂട്ടിക്കൽ, തീക്കോയി, മേലുകാവ് വില്ലേജുകൾ കേന്ദ്ര സർക്കാരിന്റെ കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെടാൻ ഇടയാക്കിയതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ആന്റണി പറഞ്ഞു. ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, കേരളം, അങ്ങനെ ഇത്രയും സംസ്ഥാനങ്ങളെയാണ് ഇത് ബാധിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. അന്ന് ഇതിന് ഏറ്റവും ഫലപ്രദമായ നടപടി കൈക്കൊണ്ട ആദ്യത്തെ സംസ്ഥാനം കേരളമായിരുന്നു. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയാണ്. പൂഞ്ഞാർ തെക്കേക്കര വില്ലേജ് ഓഫീസ് പടിക്കൽ നടത്തിയ ധർണ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോമോൻ ഐക്കര ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് പൂഞ്ഞാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അപ്പച്ചൻ മൂശാരിപ്പറമ്പിൽ അധ്യക്ഷനായി. നേതാക്കളായ ജോർജ് ജേക്കബ്, ജോർജ് കൊട്ടാരം, അഡ്വക്കേറ്റ് സതീഷ് കുമാർ, റോയി കപ്പലുമാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. പാറത്തോട്, ചെറുമല, പാലക്കാത്തടം, നീർത്തട പദ്ധതി ആസ്തി കൈമാറി. പഴവർഗ കൃഷി ഈ വർഷം 200 ക്ലസ്റ്ററുകളിൽ എത്തിക്കുമെന്ന് ആസ്തി കൈമാറി മണ്ണ് സംരക്ഷണ വകുപ്പ് മന്ത്രി P. പ്രസാദ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 4ാം 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി ചെറുമല, പാലക്കാത്തടം, നീർത്തട പദ്ധതിയുടെ ആസ്തി കൈമാറ്റ ചടങ്ങ് പാറത്തോട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. പഴവർഗ്ഗങ്ങളുടെ കൃഷി ലാഭകരമാക്കാൻ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ കൃഷി തുടങ്ങിയെന്നും ഈ വർഷം സംസ്ഥാനം 200 ക്ലസ്റ്ററുകളിലേക്ക് എത്തുമെന്നും കൃഷി, മണ്ണു പര്യവേക്ഷണ, മണ്ണു സംരക്ഷണ വകുപ്പ് മന്ത്രി P. പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു. പഴവർഗ്ഗ കൃഷിയുടെ 200 ക്ലസ്റ്ററുകളിലൊന്ന് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ അനുവദിക്കുമെന്നും പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന്റെ നേതൃത്വത്തിലുള്ള ഫലസമൃദ്ധി പദ്ധതി അഭിനന്ദനാർഹമാണെന്നും മന്ത്രി പറഞ്ഞു. കൃഷിയുടെ ആസൂത്രണം നടക്കേണ്ടത് കൃഷിയിടങ്ങളിലാണ്. കർഷകന്റെ സംരക്ഷണം സമൂഹത്തിന്റെയും സർക്കാരുകളുടെയും ഉത്തരവാദിത്വമായി മാറണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കർഷകന് അന്തസ്സാർന്ന ജീവിതം നയിക്കാനായാൽ മാത്രമേ കൃഷിയിൽ നിലനിൽക്കാനാവൂവെന്നും മന്ത്രി പറഞ്ഞു. കർഷകൻ നട്ടല്ലാണെന്നും കർഷകൻ ദൈവമാണെന്നും കർഷകൻ എല്ലാമാണെന്നും പ്രസംഗിച്ചിട്ട് മാത്രം കഥയൊന്നുമില്ല. അത് നോക്കുകയാണെങ്കിൽ ചിങ്ങ ഒന്നിന് കൃത്യമായിട്ട് നമ്മളെല്ലാവരും നടത്തുന്ന ഒരു പരിപാടിയാണ്.
പക്ഷെ കർഷകൻ്റെ സംരക്ഷണം എന്നത് സമൂഹത്തിൻ്റെയും സർക്കാരുകളുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. ചടങ്ങിൽ പാറത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശികുമാർ ആസ്തി കൈമാറ്റ രേഖ മന്ത്രി പി പ്രസാദിൽ നിന്നും ഏറ്റുവാങ്ങി. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തങ്കൽ MLA അധ്യക്ഷനായി. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM രേഖാദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ശുഭേഷ് സുധാകരൻ, PR അനുപമ, പാറത്തോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ജോസഫ്, കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TJ മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നബാർഡിന്റെ ധനസഹായത്തോടെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ പാറത്തോട് ഗ്രാമപഞ്ചായത്തിലെ 6, 7, 8, 9, 13, 14, 15 വാർഡുകളിലും മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡിന്റെ ഏതാനും ഭാഗങ്ങളിലുമായി 542 ഹെക്ടർ സ്ഥലത്താണ് ചെറുമല പാലക്കാത്തടം നീർത്തട പദ്ധതി പൂർത്തീകരിച്ചത്. 145.87 ലക്ഷം രൂപയുടെ ആസ്തി നിർമ്മാണത്തിനൊപ്പം തദ്ദേശീയർക്കായി തൊഴിൽ ദിനങ്ങളും സൃഷ്ടിച്ചു. ഇനി ആസ്തിയുടെ സംരക്ഷണം ഗ്രാമപഞ്ചായത്തിനാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി മെഡിക്കൽ ക്ലബിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നു. ഈ മാസം 22-ന് പ്രശസ്ത ക്യാൻസർ രോഗ ചികിത്സകൻ ഡോക്ടർ VP ഗംഗാധരൻ ക്ലാസ് നയിക്കും. കഴിഞ്ഞ 18 വർഷമായി കാഞ്ഞിരപ്പള്ളിയിലെ സാമൂഹ്യ സാമ്പത്തിക ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് കാഞ്ഞിരപ്പള്ളി മെഡിക്കൽ ക്ലബ്ബ്. മാസം തോറും 106 പേർക്കായി 60,000 രൂപയുടെ മരുന്നുകൾ സൗജന്യമായി നൽകി വരുന്നുണ്ട്. വിവിധ രീതിയിലുള്ള 62 മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ മാസം 22-ാം തീയതി ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നടത്തുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചകഴിഞ്ഞ് 2:30-ന് കാഞ്ഞിരപ്പള്ളി ഹിദായത്തുൽ ഇസ്ലാം കോളേജ് കോംപ്ലക്സിൽ നടക്കുന്ന ബോധവൽക്കരണ ക്ലാസ് ലോകപ്രശസ്ത ക്യാൻസർ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ നയിക്കും. ക്ലബിൻ്റെ നേതൃത്വത്തിൽ 62ാമത് പ്രോഗ്രാം നിലയ്ക്ക് സെപ്റ്റംബർ മാസം 2024 സെപ്റ്റംബർ 22-ാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ അന്തർദേശീയ പ്രശസ്തനായ ക്യാൻസർ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ നയിക്കുന്ന ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നെയ്നാർപള്ളിക്ക് സമീപമുള്ള ഹിദായത്തുൽ ഇസ്ലാം അറബിക് കോളേജ് കോംപ്ലക്സിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. യോഗത്തിൽ ഡോക്ടർ VP ഗംഗാധരന് KMC അവാർഡ് നൽകി ആദരിക്കും. ക്യാമ്പിൽ പങ്കെടുക്കുന്ന 40 വയസ്സ് പൂർത്തിയായ യുവതികൾക്ക് ആവശ്യമെങ്കിൽ പിന്നീട് മൊമോഗ്രഫി ടെസ്റ്റ് നടത്തും. വാർത്താ സമ്മേളനത്തിൽ KMC പ്രസിഡന്റ് ഷംസുദ്ദീൻ തോട്ടത്തിൽ, സെക്രട്ടറി ഷൈജുദ്ദീൻ കളരിക്കൽ, ട്രഷറർ റഫീഖ് ഇസ്മയിൽ തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. വെറുതെ ചുരുട്ടിക്കളയുന്ന കടലാസ് കൊണ്ട് മനോഹരമായ ചിത്രങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധ നേടുകയാണ് കറുകച്ചാൽ സ്വദേശി റെജി തോമസ്. കടലാസുകൾ ഉപയോഗിച്ച് 100-ലേറെ ചിത്രങ്ങൾ ഇതിനോടകം അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന കടലാസിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് കറുകച്ചാൽ സ്വദേശി റെജി തോമസ്. വിവിധ വർണ്ണങ്ങളിലുള്ള കടലാസുകൾ പലതരത്തിൽ കൂട്ടിയോജിപ്പിച്ചാണ് ചിത്രങ്ങൾ നിർമ്മിക്കുന്നത്. ഈ രൂപങ്ങൾ ഒറ്റനോട്ടത്തിൽ കണ്ടാൽ പെയിന്റിംഗ് പോലെയാണ്. കോട്ടയം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ കൊളാഷ് ചിത്ര പ്രദർശനം ആരംഭിച്ചു. കാർട്ടൂണിസ്റ്റ് പ്രസന്നനാനിക്കാട് തിരിതെളിയിച്ചു. കഥകളിയിലെ പച്ച, കത്തി, മിനുക്കുരൂപങ്ങൾ, ഓട്ടംതുള്ളൽ, സൂഫി നൃത്തം, കേരളം, നർത്തകി എന്നിങ്ങനെ പോകുന്നു ചിത്രങ്ങൾ. മാസികകളും പത്രങ്ങളും വർണ്ണക്കടലാസുകളും പഞ്ച് ചെയ്ത് കുഞ്ഞു വൃത്തങ്ങളാക്കും. ശേഷം ക്യാൻവാസിൽ ചിത്രത്തിന്റെ രൂപരേഖ വരയ്ക്കും. പിന്നീട് അതിലേക്ക് ഈ കടലാസ് തുണ്ടുകൾ നിറത്തിനും രൂപത്തിനും അനുസരിച്ച് ഒട്ടിച്ചു വെച്ചാണ് ചിത്രങ്ങൾ നിർമ്മിക്കുന്നത്. ഒരാഴ്ചയോളം എടുക്കും ചിത്രങ്ങൾ നിർമ്മിക്കാൻ. 2003 മുതലാണ് ചിത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. കോട്ടയം ലളിതകലാ ആർട്ട് ഗാലറിയിൽ തിങ്കളാഴ്ച വരെ പ്രദർശനം നീണ്ടു നിൽക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. റോഡരികിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളിയവരെ പിടികൂടാൻ കിലോമീറ്ററുകൾ നീണ്ട കാർ ചേസിംഗ്. പാലാ കടപ്പാട്ടൂർ ബൈപ്പാസിലാണ് രാത്രിയിൽ ടാങ്കറിലെത്തിച്ച് മാലിന്യം തള്ളിയത്. നാട്ടുകാർ പിന്തുടർന്നതോടെ ഓടിച്ചുപോയ ടാങ്കറിനെ കോട്ടയം ഗാന്ധിനഗറിൽ വെച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കോട്ടയം റോഡിൽ നിന്നും പാലാ ടൗണിൽ പ്രവേശിക്കാതെ പൊൻകുന്നം റോഡിലേക്കുള്ള കടപ്പാട്ടൂർ ബൈപ്പാസിലാണ് സ്ഥിരമായി സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളുന്നത്. പരാതികൾ നൽകിയിട്ടും ഇത് തുടർന്നതോടെയാണ് ജനങ്ങൾ നിരീക്ഷണം ശക്തമാക്കിയത്. ഇതിനിടെ ബുധനാഴ്ച രാത്രി മാലിന്യം തള്ളുന്നത് പ്രദേശവാസികൾ ശ്രദ്ധിച്ചു. ഇവർ അടുത്തെത്തിയതോടെ ടാങ്കർ ഓടിച്ചുപോയി. പഞ്ചായത്ത് പ്രസിഡന്റിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സംഭവം കണ്ടവർ ടാങ്കറിനെ പിന്തുടർന്നു. കിടങ്ങൂർ, ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനുകളിൽ ഇവർ വിവരം അറിയിച്ചു. ലോറി മണർകാട് എത്തിയ ശേഷം ഊടുവഴികളിലൂടെ MC റോഡിലും പിന്നീട് കോട്ടയം ടൗണിലും എത്തി. കാർ പിന്തുടരുന്നത് കണ്ട് സംഘം ശാസ്ത്രി റോഡ് വഴി നാഗമ്പടത്തെത്തി കുമാരനെല്ലൂരിലേക്ക് പോയി. മെഡിക്കൽ കോളേജ് റോഡിലൂടെ പായുന്നതിനിടയിൽ ഗാന്ധിനഗർ പോലീസ് വണ്ടി പിടികൂടുകയായിരുന്നു. ആലപ്പുഴ പൂച്ചാക്കൽ സ്വദേശികളായ 2 പേരെ കസ്റ്റഡിയിലെടുത്ത് പാലാ പോലീസിന് കൈമാറി. കുടിവെള്ള വിതരണ
ശുദ്ധീകരണ പദ്ധതികൾ വരെയുള്ള കടപ്പാട്ടൂരിൽ മാലിന്യം തള്ളുന്നത് നിത്യസംഭവമായിരിക്കുകയാണെന്ന് മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മീനഭവൻ പറഞ്ഞു. മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡാണിത്. ഇത് കടപ്പാട്ടൂർ 12 മൈൽ ബൈപ്പാസാണ്. ഇവിടെ വിജനമായ കുറേ സ്ഥലങ്ങളുള്ളതുകൊണ്ട് എല്ലാ ദിവസവും ഇവിടെ കക്കൂസ് മാലിന്യം തള്ളുന്ന ഒരു പതിവ് രീതി എല്ലാ ദിവസവും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് നമ്മളിവിടെ പ്രഖ്യാപിച്ചത്. ഇവിടെ ക്യാമറ സ്ഥാപിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു പഞ്ചായത്ത്. പക്ഷേ ഇന്നലെ ഈ 2 യുവാക്കൾ ഇവർ രാവിലെ ഇവിടുത്തെ കാൽനട യാത്രക്കാരാണ്. അവർ ഇങ്ങനെ ട്രയാങ്കിൾ ലോറി വരികയും അതിവിടെ ഒഴുക്കുകയും ചെയ്ത് കണ്ടുകൊണ്ട് വണ്ടി കയറി വിലങ്ങി അവരെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരെ വണ്ടി ഇടിപ്പിക്കാൻ ശ്രമിക്കുകയും ഇവർ വണ്ടി മാറ്റിക്കൊടുത്ത് അവർ വണ്ടി പോവുകയും ചെയ്തു. പക്ഷേ ഇവർ പുറകെ പോവുകയും ആ കൂടെ എന്നെ വിളിക്കുകയും ചെയ്തു. എന്നെ വിളിക്കുകയും ചെയ്തപ്പോൾ നിങ്ങളേതായാലും പുറകെ പൊക്കോളൂ, നമ്മളെല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും 100ലും വിളിച്ചു, എല്ലാ പോലീസ് സ്റ്റേഷനും വിളിച്ചു നമ്മൾ റിപ്പോർട്ട് കൊടുത്തു. അവരെല്ലാം നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് നമുക്ക് ഗാന്ധിഗർ സ്റ്റേഷൻ്റെ അവിടെ വെച്ച് ഈ വണ്ടി നമുക്ക് പിടിക്കാൻ സാധിച്ചു. പാലാ പോലീസ് സ്ഥലത്തെത്തി മാലിന്യം തള്ളിയ ഭാഗം പരിശോധിച്ചു. മാലിന്യം തള്ളിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ അൽഫോൻസ കോളേജ് ബർസാറും ഇംഗ്ലീഷ് വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ ജോസ് ജോസഫ് പുലവേലിന്റെ സ്മരണാർത്ഥം പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുന്നു. ഈ മാസം 24-ന് ഡോക്ടർ ശശി തരൂർ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യും. പാലാ അൽഫോൻസ കോളേജ് ബർസാറും ഇംഗ്ലീഷ് വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ ജോസ് ജോസഫ് പുലവേലിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പര ഈ മാസം 24-ന് നടക്കും. പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനം ഡോക്ടർ ശശി തരൂർ MP നിർവഹിക്കും. കോളേജ് മാനേജർ മോൺസിഞ്ഞർ ഡോക്ടർ ജോസഫ് തടത്തിൽ അധ്യക്ഷനാകും. അന്തരിച്ച ഡോക്ടർ ജോസ് ജോസഫിന്റെ അക്കാദമിക് മികവും കോളേജിനും സമൂഹത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകളും മുൻനിർത്തി ഇംഗ്ലീഷ് വിഭാഗമാണ് പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ആകസ്മികമായിട്ട് നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയ കോളേജിന്റെ അഭിമാനവും നാടിന് ഏറെ ഉപകാരിയുമായിരുന്ന വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട ജോസ് ജോസഫ് പുലവേലിൽ അച്ഛൻ. അച്ഛനെ ഓർക്കുവാനായിട്ട് കോളേജും അതുപോലെ നമ്മളുടെ സമൂഹവും ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രഭാഷണ പരമ്പരയിലൂടെ അച്ഛൻ്റെ വിദ്യാഭ്യാസ മേഖലകളിലുള്ള സംഭാവനകളെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക. ഈ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ഏറെ പ്രിയങ്കരനായ ഡോക്ടർ ശശി തരൂർ MP ആണ്. അതുപോലെ മീറ്റിങ്ങിന് അധ്യക്ഷത വഹിക്കുക കോളേജിന്റെ മാനേജരും പാലാ രൂപതയുടെ മുഖ്യ വികാരി ജനറാളുമായിട്ടുള്ള വെരി റവറൻഡ് ഡോക്ടർ ജോസഫ് തടത്തിൽ അച്ഛനാണ്. പാലാ അൽഫോൻസ കോളേജിന്റെ അക്കാദമികവും ഭരണപരവുമായ തലങ്ങളിലെ മികവിന്റെ മുഖമായിരുന്നു കോളേജ് ബർസാറും ഇംഗ്ലീഷ് വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ ജോസ് ജോസഫ് പുലവേലിലെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. അറിവും കാഴ്ചപ്പാടുകളും ചിന്താരീതികളും ആഗോളവൽകൃതമായി മാറുന്ന കാലഘട്ടത്തിന് അനുസൃതമായി കോളേജിന്റെ അക്കാദമികവും ഭൗതികവുമായ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അദ്ദേഹം നടത്തിയിരുന്ന ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകൾ കോളേജിനെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റിയതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ബിരുദാനന്തര ബിരുദം ഉൾപ്പെടെ 7 പുതിയ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ലാംഗ്വേജ് ലാബ് ഉൾപ്പെടെയുള്ള ലാബുകൾ, ജൂബിലി ബ്ലോക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിവയുടെ നിർമ്മാണം, അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ദേശീയ ഏജൻസികളിൽ നിന്നും ഫണ്ട് സമാഹരണം, വർഷം തോറും സംഘടിപ്പിക്കുന്ന ദേശീയ അന്താരാഷ്ട്ര സെമിനാറുകൾ ഇവയെല്ലാം ഡോക്ടർ ജോസ് ജോസഫ് എന്ന അധ്യാപക ശ്രേഷ്ഠന്റെ സംഭാവനയാണെന്നും കോളേജ് അധികൃതർ പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജി ജോൺ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു, ഡോക്ടർ സിസ്റ്റർ മഞ്ജു എലിസബത്ത് കുരുവിള, കോളേജ് ബർസാർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. കോളേജിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മഞ്ജു എലിസബത്ത് കുരുവിള, ബർസാർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ, ഡോക്ടർ സോണിയ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: ഈരാറ്റുപേട്ട ICDS പ്രോജക്ടിന് കീഴിലുള്ള 145 അംഗനവാടികൾക്ക് 2023-24 സാമ്പത്തിക വർഷം കണ്ടിജൻസി സാധനങ്ങൾ വാങ്ങുന്നതിന് GST രജിസ്ട്രേഷൻ ഉള്ള സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവരിൽ നിന്ന് ടെൻഡറുകൾ ക്ഷണിച്ചു. ടെൻഡറുകൾ സെപ്റ്റംബർ 28-ന് ഉച്ചയ്ക്ക് 1 മണി വരെ സ്വീകരിക്കും. അന്നേ ദിവസം 2:30-ന് തുറക്കും. ഫോൺ 048222273356. കോട്ടയം ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ 2024 സെപ്റ്റംബർ 24 മുതൽ 28 വരെ ശാസ്ത്രീയ ക്ഷീരകൃഷിയിൽ 5 ദിവസത്തെ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ളവർ സെപ്റ്റംബർ 24-ന് രാവിലെ 10 മണിക്ക് കോട്ടയം ഈരയിൽ കടവിലുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിലെത്തി രജിസ്ട്രേഷൻ നടത്തണം. ഫീസ് 20 രൂപ. പങ്കെടുക്കുന്നവർക്ക് ഭക്ഷണം, അർഹമായ യാത്രാഭാത്ത, ദിനഭാത്ത എന്നിവയും നൽകും.
തൊഴിലധിഷ്ഠിത പ്രവൃത്തിപര സാങ്കേതിക കോഴ്സുകളിൽ പഠിക്കുന്ന വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് ഭാര്യയ്ക്ക് നിബന്ധനകൾക്ക് വിധേയമായി സ്കോളർഷിപ്പ് അപേക്ഷിക്കാം. മുൻവർഷത്തെ പരീക്ഷയിൽ 50% മുകളിൽ മാർക്ക് നേടിയിട്ടുള്ള മറ്റ് സ്കോളർഷിപ്പുകൾക്ക് ലഭിച്ചിട്ടില്ലാത്തവർക്കാണ് അർഹത. കോഴ്സുകളിൽ പ്രവേശനം നേടുന്ന സമയത്ത് മക്കൾക്ക് 25 വയസ്സ് കവിയരുത്. സർവീസ് പ്ലസ് പ്ലാറ്റ്ഫോം വഴി ഓൺലൈനായി നവംബർ 25 വൈകിട്ട് 4 മണിക്ക് മുമ്പായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ 04812371 പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം കുമരകം റോഡിലെ കോണത്താറ്റ് പാലത്തിന്റെ പ്രാരംഭ പണികൾ തുടങ്ങി. താൽക്കാലിക റോഡിൽ ഗതാഗത നിയന്ത്രണം. ഗതാഗതക്കുരുക്ക് രൂക്ഷം. ESA പ്രശ്നം കോൺഗ്രസ് സമരത്തിലേക്ക്. കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും. ഇടതു സർക്കാരിന്റെ പിടിപ്പുകേടാണ് ജനവാസ മേഖലകൾ കരട് വിജ്ഞാപനത്തിലെത്താൻ കാരണമെന്ന് ആന്റണി MP. പഴവർഗ കൃഷി ഈ വർഷം 200 ക്ലസ്റ്ററുകളിലെത്തുമെന്ന് മന്ത്രി P. പ്രസാദ്. പാറത്തോട് ചെറുമല പാലക്കാത്തടം നീർത്തട ആസ്തി കൈമാറി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.